പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടക സ്പെഷ്യൽ ഈവനിംഗ് സ്നാക്ക് ഗോളി ബജിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. ഗോളി ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ നമുക്ക് ആദ്യം എടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. പിന്നീട് പൊടിയിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, പച്ചമുളക്, കൊത്തി അരിഞ്ഞെടുത്ത തേങ്ങ, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി, കറിവേപ്പില, കുറച്ച് മല്ലിയില ഇത്രയും ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. പിന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കുന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ചേരുവകളെല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം അല്പാൽപ്പം ചേർത്ത് മാത്രം മിക്സ് ചെയ്യുക. അധികം ലൂസായി പോകരുത്. നമ്മളിത് 1 മണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ശ്രദ്ധിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് പേസ്റ്റാക്കി എടുക്കുക. പാകത്തിനുള്ള പേസ്റ്റ് പോലെ ആയി കിട്ടിയാൽ ഇനി ഇത് നമുക്ക് 1 മണിക്കൂറൊന്ന് മാറ്റി അടച്ചു വയ്ക്കാം. നമ്മുടെ മിക്സ് മാറ്റി വെച്ചിട്ട് 1 മണിക്കൂറായി കഴിയുമ്പോഴേക്കും നമുക്ക് ഗോളി ബജി ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കാം. എണ്ണ പാകത്തിന് ചൂടായാൽ ഗോളി ബജി മിക്സ് നമുക്ക് എണ്ണയിലേക്ക് സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ കോരി ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ചൂട് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂടുതലായാലും ഉള്ളു വേകാതെ ആയിപ്പോകും. തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആക്കി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഗോളി ബജി 2 വശവും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാം.
ഉണ്ടാക്കാൻ വളരെ എളുപ്പവും നല്ല ടേസ്റ്റുള്ളതുമായ കർണാടക സ്പെഷ്യൽ ഗോളി ബജി തയ്യാറായി. ഇത് ഉള്ളു വളരെ സോഫ്റ്റ് ആയിരിക്കും, പുറമേ നല്ല ക്രിസ്പുമായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ചട്നി കൂട്ടി കഴിക്കാനും വളരെയേറെ സ്വാദാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.